ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കുഞ്ഞിൻ്റെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട് അത് മനസ്സിലാക്കി വിഷമങ്ങൾ മാറ്റി പിന്നെ അങ്ങോട്ട് നമ്മളായിട്ട് റീപാരൻറ്റിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ പാരൻ്റായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഹീലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ പറക്കാനായിട്ട് നമ്മൾ തന്നെ അങ്ങ് ചുവട് വെക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമായിട്ട് തോന്നാം. ചെറിയ സ്റ്റെപ്സാണ്, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് കോച്ചിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ മാജിക്കലായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജേർണൽ ചെയ്തുകൊണ്ട് എഴുതിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ കോച്ചിങ്ങും ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടത്തുന്നത്. നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവുക, നമ്മുടെ ലൈഫിൽ നല്ല വെളിച്ചം ഉണ്ടാക്കിയെടുക്കുക, അതുമാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ 6 മന്തൊക്കെ കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ വെക്കാറുള്ളത്. 11 നമ്മൾ നമ്മളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ നമ്മൾ നമ്മളോട് ക്ഷമിക്കുക. നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് വരും, അങ്ങനെ തന്നെയാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ് നോക്കി കുറ്റപ്പെടുത്തി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വളരാനായിട്ട് കഴിയില്ല. നമ്മളോട് ക്ഷമിക്കുക. 12 ലൈഫിൽ, അതായത് ചില കാര്യങ്ങൾ നടക്കുന്നത് അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ തന്നെ കാണുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം നല്ലതാണ്, നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വഭാവവും നല്ലതാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പ്രശ്നമാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ക്യൂരിയസ് ആവുക, പഠിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ക്യൂരിയസ് ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ സങ്കടമില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാനായിട്ട് കഴിയും.